ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ വൃത്താകൃതിയിൽ ഒരു ഹോസ്റ്റൽ ഉണ്ടാക്കി. എന്നിട്ട് 16 ദിശയിലോട്ട് കുട്ടികളെ തിരിച്ചിരുത്തി. എന്നിട്ട് അവരെ പഠിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവരുടെ മാർക്ക് എല്ലാ മാസവും കമ്പ്യൂട്ട് ചെയ്തു. 6 മാസം കഴിഞ്ഞപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞന്മാർ ഞെട്ടിപ്പോയി. തെക്കോട്ട് തിരിഞ്ഞ് പഠിച്ച കുട്ടികളുടെ മാർക്ക് 15% വരെ താപ്പോട്ട് വന്നു. 62% ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചിരുന്ന കുട്ടികൾ 42% വാങ്ങിച്ച തേർഡ് ക്ലാസ്സിലേക്ക് താഴ്ന്നിറങ്ങി. എന്നാൽ കിഴക്കോട്ട് നോക്കിയിരുന്ന് പഠിച്ച കുട്ടികളുടെ മാർക്ക് 6 മാസം കൊണ്ട് 15% മേപ്പോട്ട് പോയി. 42% വാങ്ങിച്ച തേർഡ് ക്ലാസ് വാങ്ങിച്ചിരുന്ന കുട്ടികൾ 62% വാങ്ങിച്ച ഫസ്റ്റ് ക്ലാസ്സിലേക്ക് ഉയർന്നു പൊങ്ങി. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞന്മാർ വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് ചെയ്തു. വൈസ് ചാൻസലർ പറഞ്ഞു, ആ ഹോസ്റ്റൽ ഇടിച്ച് നിരത്താൻ പറഞ്ഞു. ആ ഹോസ്റ്റൽ ഇടിച്ച് നിരത്തി. എന്നിട്ട് എല്ലാവരും കിഴക്കോട്ടിരിക്കത്തക്കവണ്ണം ഹോസ്റ്റൽ പുനർനിർമ്മിച്ചു. കേരളത്തിലെങ്ങാനും ആയിരുന്നെങ്കിൽ ആ ചീഫ് എഞ്ചിനീയറെ വിജിലൻസ് കേസിൽ പിടിച്ച് അകത്തിട്ടേനെയായിരുന്നു. അത്രയും സാധനം നശിപ്പിച്ചേന്. അമേരിക്ക ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ ശാസ്ത്രജ്ഞന്മാർ ഹാർവാർഡിൽ കണ്ടുപിടിച്ച തത്വം ഇന്ത്യയിലെ ഋഷിവര്യന്മാർ പണ്ട് കണ്ടെത്തിയിരുന്നു. അവർ പറഞ്ഞു, ദക്ഷിണ ദിശ മൃത്യുദിശ, തെക്കിന്റെ ഡയറക്ഷൻ മരണം വരുന്ന ഡയറക്ഷനാണ്. പൂർവ്വദിശ ജ്ഞാനദിശ, കിഴക്കിന്റെ ഡയറക്ഷൻ ജ്ഞാനം വരുന്ന ഡയറക്ഷനാണ്. ഇതാണ് സായിപ്പന്മാർ പിന്നെ കണ്ടുപിടിച്ചത്. സായിപ്പന്മാരുടെ പ്രസിദ്ധമായ ആപ്തവാക്യം വിസ്ഡം കംസ് ഫ്രം ദ ഈസ്റ്റ്, കിഴക്ക് നിന്ന് വിസ്ഡം വരും എന്നാണ്. അതുകൊണ്ട് പഠിക്കുമ്പോൾ നിങ്ങളുടെ മുഖം കിഴക്കോട്ടാണെന്ന് ഉറപ്പാക്കുക. രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ തല കിഴക്കോട്ട് ദിശ വെച്ച് കിടത്തി മാത്രമേ നിങ്ങൾ ഉറങ്ങാവൂ. എങ്കിലേ നേരം വെളുക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ഇലക്ട്രോ മാഗ്നറ്റിക്കലി ചാർജ് ആവുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചാൽ, നമ്മുടെ തലച്ചോറിന് ഒരു മാഗ്നറ്റിക് നോർത്ത് പോൾ ഉണ്ട്. നെറ്റിയുടെ നേരെ ഫ്രണ്ടിലാണ്. ദാവീദ് രാജാവ് ഗോലിയാത്തിന് ഏറുകൊണ്ട് സ്ഥലം ഇതാണ് മാഗ്നറ്റിക് നോർത്ത് പോൾ. മാഗ്നറ്റിക് സൗത്ത് പോൾ തലയുടെ നേരെ പുറയിലാണ്. ഭൂമി ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ആണ്. ഭൂമിയുടെ മാഗ്നറ്റിക് നോർത്ത് പോൾ ജോഗ്രാഫിക് സൗത്ത് പോളാണ്. അന്റാർട്ടിക്കയിലാണ് മാഗ്നറ്റിക് നോർത്ത് പോൾ. മാഗ്നറ്റിക് സൗത്ത് പോൾ നോർത്ത് പോളിലാണ്. റഷ്യയിലെ വർഹോയാൻസ്കിലാണ് മാഗ്നറ്റിക് നോർത്ത് പോൾ. നമ്മൾ തെക്കോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ മാഗ്നറ്റിക് നോർത്ത് പോളും ഭൂമിയുടെ മാഗ്നറ്റിക് നോർത്ത് പോളും ഒരേ ദിശയിൽ വരും. മാഗ്നറ്റിസത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ലൈക്ക് പോൾസ് റിപ്പൽ, അൺലൈക്ക് പോൾസ് അട്രാക്ട്. ഇപ്പൊ ഭൂമിയുടെ കാന്തമണ്ഡലം നമ്മുടെ കാന്തമണ്ഡലത്തെ അടിച്ച് താർക്കും. പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റിയാല. തെക്കോട്ട് തിരിഞ്ഞാൽ പഠിക്കാൻ പറ്റിയാല. കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ മാഗ്നറ്റിക് നോർത്ത് പോളും ഭൂമിയുടെ മാഗ്നറ്റിക് നോർത്ത് പോളും പെർപെൻഡിക്കുലർ ആവും. അപ്പൊ തിയറി ഓഫ് ഗൈറേഷൻ അനുസരിച്ചൊരു തലച്ചോറിന് അസാധാരണ ബുദ്ധിശക്തിയുണ്ട്. അപ്പോൾ പഠിക്കുമ്പോൾ മുഖം കിഴക്കോട്ടാണെന്ന് ഉറപ്പാക്കണം. രാത്രി ഉറങ്ങുമ്പോൾ തല കിഴക്കോട്ട് വെച്ച് മാത്രമേ ഉറങ്ങാവൂ. തെക്കോട്ട് തല വെച്ച് കിടന്ന് ഉറങ്ങിയാൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് തേർഡ് ക്ലാസ് ആയിപ്പോയി. എത്ര പഠിച്ചിട്ടും കാര്യമൊന്നുമില്ല. തലച്ചോറ് ചാർജിലാക്കി വെച്ചേക്കണം. 6-മത്തത് ആഹാരമാണ്. പൂർണ്ണ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ 2500 കലോറി മതി 24 മണിക്കൂർ ജീവിക്കാൻ. പക്ഷേ പഠിക്കണമെങ്കിൽ അസാധാരണ ഊർജം ആവശ്യമാണ്. ഒരു മനുഷ്യൻ ഉണർന്നിരിക്കുമ്പോൾ തലച്ചോറിൽ 1,00,000 കെമിക്കൽ റിയാക്ഷൻ ഒരു സെക്കൻഡിൽ നടക്കും. അവൻ ഉറങ്ങുമ്പോൾ അത് 50,000 കുറയും. എന്നാൽ ഒരു കുട്ടി പഠിക്കാനിരിക്കുമ്പോൾ ആ കുട്ടിയുടെ തലച്ചോറിൽ ഒരു സെക്കൻഡിൽ 1,70,000 കെമിക്കൽ റിയാക്ഷനാണ് നടക്കുന്നത്. അത്രയും കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ കെമിക്കൽ എനർജി വേണം. ഈ എനർജി നമുക്ക് ആഹാരത്തിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. 6 മണിക്കൂർ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 4,000 കലോറി ഊർജം വേണം. 10 മണിക്കൂർ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 7,000 കലോറി ഊർജം വേണം. 5 മണിക്കൂർ കോളേജിൽ ചെലവഴിച്ചു, 2 മണിക്കൂർ ട്യൂഷന് പോയി, 3 മണിക്കൂർ ഹോംവർക്ക്, 10 മണിക്കൂർ പഠിക്കണമെങ്കിൽ 7,000 കലോറി വേണം. നിങ്ങളുടെ അപ്പനും അമ്മയ്ക്ക് ആകെ വേണ്ടത് 4,000 കലോറി ഉള്ളു. അതിൽ കൂടുതലാണ് നിങ്ങൾക്ക് വേണ്ടത്. പക്ഷേ നിങ്ങളുടെ അമ്മമാരിൽ പലരും കെമിസ്ട്രി പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്കിത് അറിഞ്ഞൂടി, കണക്കറിഞ്ഞൂടാ. അപ്പൊ ഈ കണക്ക് നിങ്ങൾ അമ്മയെ പഠിപ്പിക്കണം. ഒരു പ്ലേറ്റ് ചോറുണ്ടാൽ 400 കലോറിയെ കിട്ടുള്ളൂ. പക്ഷെ ഒരു കഷ്ണം നല്ല കേക്ക് കഴിച്ചാൽ 400 കലോറി കിട്ടും. ഒരു കശുവണ്ടി പരിപ്പ് 80 കലോറിയാണ്. 5 കശുവണ്ടി പരിപ്പ് കഴിക്കുന്നത് ഒരു പ്ലേറ്റ് ചോറുണ്ടെന്നതും തുല്യം. ഒരു ചെറിയ ഐസ്ക്രീം കഴിച്ചാൽ 900 കലോറീസ് ആണ്, 900 കലോറിയാണ്. 2.5 പ്ലേറ്റ് ചോറും ഒരു ചെറിയ ഐസ്ക്രീമും തുല്യമാണ്. എന്നാൽ വലിയ ഐസ്ക്രീം ഉണ്ടല്ലോ, അതിന് 1600 കലോറിയാണ്. 4 പ്ലേറ്റ് ചോറുണ്ടെന്നതും വലിയ കപ്പ് ഐസ്ക്രീമും തുല്യമാണ്.
എന്നാൽ ചില ആഹാരം കഴിച്ചാൽ നഷ്ടമാണ്. ഒരു പുഴുങ്ങിയ കോഴിമുട്ട തിന്നാൽ അത് മുഴുവൻ ദഹിച്ചാൽ നമുക്ക് 80 കലോറി കിട്ടുള്ളൂ. പക്ഷെ ഒരു പുഴുങ്ങിയ കോഴിമുട്ട ദഹിപ്പിക്കണമെങ്കിൽ 92 കലോറി ചെലവാകും, 12 കലോറി നഷ്ടം. അതിനകത്ത് പോഷകാഹാരം കിട്ടും, കലോറി കണക്കിൽ നഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങളുടെ അമ്മയുടെ അടുത്ത് ഈ കലോറി കണക്ക് പോയി മനസ്സിലാക്കണം. ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ഐസ്ക്രീമാണ്. ഐസ്ക്രീം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുക, ഇടക്കിടയ്ക്ക് പോവുക, ശകലിച്ചെടുത്ത് കഴിക്കുക. നിങ്ങളുടെ അമ്മയോട് പോയി പറയണം, അലക്സാണ്ടർ ജേക്കബ് സാർ പ്രസംഗിച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഫോൺ ചെയ്ത് ചോദിക്കാൻ പറയണം. അപ്പൊ പഠിക്കുന്ന കുട്ടികൾ മാർച്ച് പരീക്ഷ തീരുന്നത് വരെ ദിവസവും ഐസ്ക്രീം വാങ്ങിച്ച് ഫ്രിഡ്ജ് വെക്കുക, ഇടയ്ക്കിടയ്ക്ക് കഴിച്ച് നല്ല ഊർജവുമായിട്ട് വേണം പഠിക്കാനും പരീക്ഷ എഴുതാനും പോകാൻ. പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ ഐസ്ക്രീം അടിച്ച് കണക്കല്, പരീക്ഷ വരെ കഴിക്കാവും. അപ്പോൾ അമ്മയുടെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോയി പറഞ്ഞ് മനസ്സിലാക്കണം. അമ്മയുടെ കൈ എത്തുന്നതിന്റെ അവിടുന്ന് കുറച്ച് ദൂരം മാറുന്നേ പറയാം, ഇല്ലെങ്കിൽ അടി ചിലപ്പോൾ പറ്റും. അപ്പൊ ഈ കലോറി കണ്ടന്റ് അനുസരിച്ച് കഴിക്കണം. പിന്നെ 3 നേരം വയറ് നിറച്ച് കഴിക്കുന്നതിന് പകരം പഠിക്കുന്ന കുട്ടികൾ 8 or 10 തവണയായി വേണം ആഹാരം കഴിക്കാൻ. വയറ് നിറച്ച് ആഹാരം കഴിച്ചാൽ ഉറക്കം വരും. ഉറക്കം പെരുമ്പാമ്പൂരോട്ട് ഉറങ്ങിപ്പോകും. അതുകൊണ്ട് പണ്ട് വിദ്യാർത്ഥികളുടെ ലക്ഷണം പറയും: അല്പാഹാരം, ജീർണവസ്ത്രം, കാകദൃഷ്ടി, ഭഗധ്യാനം, ശ്വാന നിദ്ര. പഠിക്കുന്ന കുട്ടികളുടെ ലക്ഷണങ്ങളാണ്. അല്പാഹാരം പകുതി വേറെ കഴിക്കാവൂ, അറ്റ് എ ടൈം 5-8 തവണയായി കഴിക്കുക. വയർ നിറച്ച് കഴിച്ചാൽ ഉറക്കം വരും. ജീർണവസ്ത്രം, ഫാഷൻ പരേഡ് നടത്താനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവരുത്, പിന്നെ പഠിത്തം നടക്കുകയില്ല. വസ്ത്രത്തിൽ ഭ്രമം ഉണ്ടാവരുത്. കാകദൃഷ്ടി, കാക്കയുടെ കണ്ണ് വേണം. നമ്മൾ കല്ലെടുത്താൽ ഉടനെ കാക്ക പറക്കും. കാക്കയ്ക്ക് അറിയാം അതിനെ എറിയാനാണ് കല്ലെടുക്കുന്നത്. കോഴി അവിടെ തന്നെ നിൽക്കും, എറിയാൻ ഏറ് വരുന്നെന്ന് കോഴിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് മലയാളത്തിൽ പറയുന്നത് കാക്ക കണ്ടറിയും കോഴി കൊണ്ടറിയും. ഏറ് കൊണ്ടെങ്കിലേ കോഴിക്ക് കാര്യം മനസ്സിലാവും. കാക്കയെ പോലെ ദീർഘവീക്ഷണം വേണം വിദ്യാർത്ഥികൾക്ക്. മാർച്ചിൽ പരീക്ഷ വരാൻ പോവാണ്. സിലബസ് എന്താണ്, ആ സിലബസ് എങ്ങനെ കവർ ചെയ്യും, നല്ല ദീർഘവീക്ഷണത്തോടെ പഠിക്കണം. ഭഗധ്യാനം, ഭഗൻ എന്ന് പറഞ്ഞാൽ കൊക്ക ഉറങ്ങുമ്പോഴും ഒരു കാല് ചുരുട്ടി വെച്ചിട്ടാണ് ഉറങ്ങുന്നത്. അത്ര കോൺസെൻട്രേഷനാണ്, ബാലൻസ് ഇങ്ങനെ കീപ്പ് ചെയ്ത് നിൽക്കും. ഇപ്പൊ ദൂരെ നിന്ന് പാമ്പ് വരുന്ന ചലനം കിട്ടിയാൽ ഉടനെ 2 കാലുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാലിൽ പാമ്പിന് പിടികിട്ടിയാൽ പോക്ക് തന്നെ. അതുകൊണ്ട് ഒറ്റ കാലിൽ നിൽക്കുക, അതങ്ങ് ചുരുട്ടി കഴിഞ്ഞാൽ അതിന് പൊങ്ങി പറക്കാൻ പറ്റും. ഭഗധ്യാനം. ശ്വാന നിദ്ര, പട്ടിയുടെ ഉറക്കം. ഉറങ്ങി കിടക്കുമ്പോഴൊരു ശബ്ദം കേട്ടാൽ പട്ടി എഴുന്നേറ്റ് കുരയ്ക്കും. അലേർട്ട്നെസ്, വിദ്യാർത്ഥികൾക്ക് അലേർട്ട്നെസ് വേണം. അല്പാഹാരം, ജീർണവസ്ത്രം, കാകദൃഷ്ടി, ഭഗധ്യാനം, ശ്വാന നിദ്ര, ഇതാണ് വിദ്യാർത്ഥികളുടെ ലക്ഷണം. അപ്പൊ 3 നേരം വയറു നിറച്ച് കഴിക്കുന്നതിന് പകരം 8 or 10 തവണയായി ഓരോ മണിക്കൂർ ഇടവിട്ട് പോയി അടിക്കുക. ഐസ്ക്രീം ആണെങ്കിൽ വളരെ ബെസ്റ്റ്, നല്ലപോലെ കലോറി കിട്ടും. അതാണ് നല്ല പരിപാടി. ഇനി ആഹാരം പോലെ വളരെ പ്രധാനമാണ് വെള്ളം. ആരോഗ്യമുള്ള ആളിന് 8 ഗ്ലാസ് വെള്ളം മതി ഒരു ദിവസം ജീവിക്കാൻ. പക്ഷെ പഠിക്കുന്ന കുട്ടിക്ക് 1 മണിക്കൂർ പഠിക്കണമെങ്കിൽ 2 ഗ്ലാസ് വെള്ളം വേണം. ഈ തലച്ചോറിന്റെ സോഡിയം പൊട്ടാസ്യം അയോൺസിനകത്തൊരു ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോഴാണ് കാര്യങ്ങൾ തലച്ചോറ് വർക്ക് ചെയ്യുക. ഈ ഇലക്ട്രോൺ തലച്ചോറിലേക്ക് സപ്ലൈ ചെയ്യുന്നത് വെള്ളമാണ്. അപ്പോൾ 1 മണിക്കൂർ പഠിക്കണമെങ്കിൽ 2 ഗ്ലാസ് വെള്ളം വേണം. പക്ഷെ വെള്ളം കുടിക്കുമ്പോൾ 4 ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴെയുള്ള വെള്ളമേ കുടിക്കാവൂ. 4 ഡിഗ്രി സെന്റിഗ്രേഡിൽ കൂടിക്കഴിഞ്ഞാൽ വെള്ളത്തിനകത്ത് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും. എന്നിട്ട് ഹൈഡ്രോണിയം അയോൺസ് ഉണ്ടാവും, H3O. അത് തലച്ചോറിന് നല്ല സാധനമല്ല. അതുകൊണ്ട് 4 ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴെയുള്ള ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത വെള്ളമോ അല്ലെങ്കിൽ കൂജയിൽ ഒരു 4 മണിക്കൂറിന് തണുത്ത വെള്ളമോ വേണം പഠിക്കുന്ന കുട്ടികൾ കഴിക്കാൻ. ഇതാണ് ഡോക്ടർമാർ പറയുന്ന മെൽറ്റിംഗ് ഐസ് ഇംപ്രൂവ്സ് ഇന്റലിജൻസ്. ഉരുകുന്ന മഞ്ഞ് ബുദ്ധിയെ പ്രകാശിപ്പിക്കും. ഇനി 7ാമതായിട്ട് നമ്മൾ ഇരുന്ന് പഠിക്കുന്ന കസേരയാണ്. ഇരുമ്പ് കസേര ഇരുന്ന് പഠിക്കരുത്. ഇരുമ്പ് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇലക്ട്രോൺസിനെ ഭൂമിയിലേക്ക് വലിച്ചു കൊടുത്തുകളെ ഇരുമ്പ് കസേര. പെട്ടെന്ന് നമ്മൾ ക്ഷീണിച്ചു. തടി കസേര ഇരുന്ന് പഠിക്കാവോ, ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് കസേര. പഠിക്കുമ്പോൾ നമ്മുടെ കാല് തറയെ തൊടാൻ പാടില്ല. കാല് തറ തൊട്ട് പോയെങ്കിൽ ഭൂമി അതുവഴി ഇലക്ട്രോൺസിനെ വലിച്ചെടുക്കും. പിന്നെ നമ്മൾ പെട്ടെന്ന് ക്ഷീണിച്ചു പോകും. അതുകൊണ്ട് ഒരു തലയണ ഇട്ടിട്ട് തലയണ മുകളിൽ കാല് വെച്ചിട്ടിരുന്ന് വേണം പഠിക്കാൻ. കോട്ടൺ ഈസ് ദ പൂറസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഒട്ടും അയോൺസും ഇലക്ട്രോൺസും നഷ്ടപ്പെടുകയില്ല. ഞാൻ 12 മണിക്കൂർ 18 മണിക്കൂർ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യും.
ഒരു സ്റ്റൂളിന്റെ പുറത്ത് ഒരു കോട്ടൺ കുഷ്യൻ വെച്ച് കെട്ടി അതിനകത്ത് കാല് വെച്ചിരുന്നേ ഞാൻ ഫയൽ നോക്കിയുള്ളൂ. ചിലവർ രാവിലെ 9 മണിക്ക് തുടങ്ങിയാൽ രാത്രി 12 മണി വരെ ഫയൽ നോക്കിയെന്നിരിക്കും. ഞാൻ ട്രാൻസ്ഫർ ആകുമ്പോൾ അത് കൂടെ കൊണ്ടുപോകും. അപ്പൊ എനിക്ക് ട്രാൻസ്ഫർ ആകുമ്പോഴേ ഞാൻ വരാൻ പോകുന്ന ഓഫീസിലെ പോലീസുകാർ പറയും, ഇപ്പൊ അയാൾ ഒരു സ്റ്റൂളും ഒരു തലേണയും പൊക്കിക്കൊണ്ട് വരും എന്ന് പറയും എന്നെ പറ്റി. റിട്ടയർ ചെയ്തപ്പോൾ അത് ഗവൺമെന്റ് കൊടുത്തിട്ട് ഞാൻ ഇനി പോകാം. അപ്പൊ തലേണയിൽ കാല് വെച്ചിരുന്ന് പഠിച്ചാൽ ദീർഘസമയം പഠിക്കാൻ പറ്റും. പഠിക്കുമ്പോൾ നട്ടല് വളയാൻ പാടില്ല. നട്ടല് വളഞ്ഞു പോയി ഉടനെ ഉറക്കം വരും. അതുകൊണ്ട് 2 തലേണയിട്ട് ശരീരത്തിന്റെ ഭാരം താങ്ങാൻ ഒരു തലേണ, നട്ടലിനെ സപ്പോർട്ട് ചെയ്യാൻ വേറൊരു തലേണ, എന്നിട്ട് നട്ടല് നൂന്ന് പഠിച്ചാൽ എത്ര മണിക്കൂർ പഠിച്ചാലും ക്ഷീണിക്കുകയില്ല. ഈ 7 കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിശക്തി കൂടും, ഓർമ്മശക്തി കൂടും, പരീക്ഷയിൽ 1 മാർക്കോടുകൂടി പാസ് ചെയ്ത് കയറാൻ നിങ്ങൾക്ക് പറ്റുന്നതാണ്.